ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ കുറച്ച് സമയങ്ങൾ ഞാനും എൻ്റെ മോളും മാത്രമുള്ള കുറച്ച് സമയങ്ങളും. കാരണം എല്ലാ ദിവസവും രാവിലെ ഏട്ടന് ജോലിക്ക് പോകും, പിന്നെ വൈകിട്ടായിരിക്കും വരുന്നത്. അപ്പം സാധാരണ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ വീട്ടിൽ ചെയ്ത് കൂട്ടുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പുറത്ത് ഇപ്പം കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹരിതകർമ്മസേനയുടെ വേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവർ കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ എടുക്കാൻ പറ്റുന്നില്ലേ. അപ്പോൾ അതിങ്ങനെ ചാക്കി കെട്ടി മാറ്റി വെച്ചേക്കുവാണ്. അകത്ത് വയ്ക്കാനൊന്നും പറ്റത്തില്ലല്ലോ, പാറ്റയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അകത്ത് വയ്ക്കാറില്ല, പുറത്താണ് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ മോളുമായിട്ട് കുറച്ച് നേരം സല്ലാപങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ സൂര്യപ്രകാശം നല്ലതാണെന്നല്ലേ പറയുന്നത്, വൈറ്റമിൻ ഡി. അപ്പോൾ ഞങ്ങൾ കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടിക്കോട്ടെ എന്നോർത്ത് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നടക്കലയിലിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് തുറക്കുമ്പോൾ കറക്റ്റ് നല്ല രീതിക്ക് വെയിൽ നമ്മുടെ അങ്ങോട്ട് മുറ്റത്തേക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ സമയം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞേ. അപ്പം അവൾക്കും ഇഷ്ടം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, പേരെന്താ, വീട് എവിടെയാ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പം അവൾ അവളുടേതായ രീതിയിലൊക്കെ ആൻസർ പറയും കേട്ടോ. സംസാരം മനസ്സിലാവും നല്ല രീതിക്ക് പറയും. അപ്പോൾ അങ്ങനെ കുറേ സമയമൊക്കെ സംസാരിച്ചു. പിന്നെ ഞാൻ ഓർത്തു മിറ്റമൊക്കെ തൂക്കണമായിരുന്നു കേട്ടോ. അപ്പം തലേദിവസം മഴയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മിറ്റമൊക്കെ ഒരുമാതിരിയാണ് കിടക്കുന്നത്. തൂക്കാതെ ഇരുന്നാലും ശരിയാകത്തില്ല. തൊട്ട് മുകളിൽ പറമ്പാണ്, പറമ്പിൽ മാവും അതൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഇലകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് തൂക്കാതിരുന്നാലും പറ്റത്തില്ല. അപ്പോൾ എന്തായാലും അത് തൂക്കണം. പിന്നെ കുറച്ച് തുണിയുണ്ട് കഴുകാനായിട്ട്. അപ്പോൾ അത് പിന്നെ ഞാനൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റ് വെച്ചാണ് കേട്ടോ ഞാനിപ്പോൾ തുണിയൊക്കെ കഴുകുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അത് കണ്ടിട്ടില്ലാത്തവർക്കാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ ഫസ്റ്റ് കമൻറ്റിലോ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. പിന്നെ മോൾ ദേ ഓടി നടക്കുന്നുണ്ട്. ഇത് തന്നെയാണ് പണി, അവിടെ നിന്ന് ഇങ്ങോട്ടോട് ഇവിടെ നിന്ന് ഇങ്ങോട്ടോട്. അപ്പം നമുക്കിത് പറഞ്ഞ പോലെ മിറ്റം കുറവാണ് കേട്ടോ. അപ്പം കുഞ്ഞിന് കളിക്കാനൊക്കെ താഴത്തെ വീട്ടിൽ വേണം പോകാനായിട്ട്. അപ്പം വഴിയിലോട്ടൊക്കെ ഞങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അപ്പം അങ്ങനെ പിന്നെ തുണി മുക്കി വെക്കാമെന്ന് ഓർത്ത് വെള്ളമൊക്കെ പിടിച്ച് വെച്ചിരിക്കുമായിരുന്നേ. അപ്പോൾ എവിടുന്നോ ഒരു ബേസിനൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് അതെല്ലാം കോരി പുറത്തു കൊണ്ട് കളയും കേട്ടോ. അപ്പോൾ ഞാൻ പതിയെ സോപ്പ് പൊടിയൊക്കെ എടുത്ത് മുക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ മിറ്റമൊക്കെ തൂത്തിട്ട് തിരിച്ച് വരുമ്പം ചിലപ്പോൾ വെള്ളം കണ്ടെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുക്കി വെച്ചേക്കാമെന്ന് ഓർത്തു. അതിനിടയ്ക്ക് കൈയിട്ട് വരാനായിട്ട് വരുന്നുണ്ടേ. കുറച്ച് വെള്ളമൊക്കെ എടുത്തു. വെള്ളത്തിൽ കളിയാണ്, ഏറ്റവും കൂടുതലും വെള്ളത്തിൽ കളിയാണുള്ളത്. തണുപ്പാണ്, കട്ടപ്പനയല്ലേ. അപ്പം സ്വാഭാവികമായിട്ടും വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അതെടുത്ത് മാറ്റി വെച്ച് അലക്കല്ലിന് മുകളിലോട്ട് കയറ്റി വെച്ചു കേട്ടോ. ബക്കറ്റ് കയറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ മുറ്റം തൂക്കാനായിട്ട് പോയി. അപ്പോൾ ആ പുറകെ എൻ്റെ കൂടെ വന്നേ. പിന്നെ ഇന്ന് ഞാൻ ട്രൈപോഡിലാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ക്യാമറമാനായിട്ട് എൻ്റെ മോള് തന്നെയായിരുന്നു കേട്ടോ. കാരണം ഞാൻ ട്രൈപോഡ് ഒരിടത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകും, അവളത് എടുത്തുകൊണ്ട് വരും, എൻ്റെ പുറകെ എടുത്തുകൊണ്ട് വരും, പിന്നെ ഞാനത് തിരിച്ചുകൊണ്ട് വയ്ക്കും. അങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ചിലർ ഓർക്കുകയെ ഇപ്പോൾ ഞാനിതാ കൂടെ അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ, ഈ പിള്ളേർക്ക് വേറെ പരിപാടിയൊന്നുമില്ലേ, അല്ല പിള്ളേരെന്ന് പറയാൻ പറ്റത്തില്ല. ചോദിക്കും, ഓ ഈ പ്രായമായി മുതുക്കിയൊക്കെ ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിടാനായിട്ട് ഇതിൻ്റെ വല്ല കാര്യമുണ്ടോ, മര്യാദയ്ക്ക് വീട്ടിൽ ഇരുന്നാൽ പോരെ എന്ന് ചോദിക്കും. എല്ലാവർക്കും ഓരോ ഇൻട്രസ്റ്റ് അല്ലേന്നേ. നമ്മൾ വീട്ടിലിരിക്കുന്ന എത്രയോ ആളുകൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് വിട്ടേക്കുക. എനിക്കതിൻ്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളത്. നമ്മൾ കുഞ്ഞുമക്കളെ കൊണ്ട് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ സമയമൊക്കെ ആകുമ്പോൾ അവർക്കും ബോറടിക്കും, നമുക്കും ബോറടിക്കും. നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അത്രയേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യുന്നവർ കൂടെ നിന്നാൽ മതി, വേറെ ഒന്നുമില്ല. പിന്നെ നെഗറ്റീവ് പറയുന്നവർ എന്തായാലും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനൊരു കാരണം വേണമെന്നൊന്നും ഇല്ല. എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പറയാനൊരു കാരണം ഉണ്ടായാൽ അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ, നമുക്ക് പോസിറ്റീവുകൾ കണ്ടെത്തി നമ്മളങ്ങ് പോവുക, അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ തുണി കഴുകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും താഴത്തെ വീട്ടിലെ മോളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ അടുത്തേക്ക് ഇറങ്ങിപ്പോയേ. അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് എന്തോ പൊടിയൊക്കെ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പൊടിയെന്ന് വെച്ചാൽ അമൃതം പൊടിയാണ് കേട്ടോ. അമൃതം പൊടി കുറച്ച് പാത്രത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ കുഴച്ചുകൊണ്ടൊക്കെ ഇരുന്നോളും, ബോൾ പോലെയൊക്കെ ഉരുട്ടിക്കൊണ്ടേ ഇരുന്നോളും. കുറേ സമയം അങ്ങനെ വഴക്കുണ്ടാക്കാതൊക്കെ ഇരിക്കുവേ. അപ്പം അവളും കൂടെ ഉള്ളതുകൊണ്ട് കമ്പനി കൂടി അങ്ങനെ ഇരുന്ന് കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പതിയെ അകത്ത് കയറ്റിക്കൊണ്ട് വന്നു. തുണികളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് വന്നേച്ച് കാപ്പി കുടിച്ചില്ലായിരുന്നേ. അപ്പോൾ കാപ്പി കൊടുക്കുവാണ്. അവൾക്ക് ഞാൻ അതേപോലെ തന്നെ അപ്പോൾ കയറി വന്നപ്പോൾ പൊടി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് പൊടിയും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കുഴച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അത് കുഴച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തന്നെ ഞാൻ ഫുഡും കൊടുക്കുന്നുണ്ട്. ദോശയായിരുന്നു, ദോശ കഴിച്ചുകൊണ്ടിരിക്കുവാണേ. ദോശയും ചെറിയ തക്കാളി ചട്നി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂട്ടി കഴിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും കഴിക്കാൻ മടിയാണ്. പിന്നെ ഈ കലാപരിപാടി നടത്തുന്നതിനിടയ്ക്ക് അറിയാതെ വാ വിളിച്ച് പോകുന്നുണ്ട്. അങ്ങനെ അങ്ങ് കഴിച്ച് പോയി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു.
പിന്നെ സൈക്കിൾ കയറ്റാണ് കേട്ടോ. പുളിയും കഴിഞ്ഞ് പാവ നല്ല കോലമല്ലേ, അതിൻ്റെ ഉടുപ്പൊക്കെ ഊരി മാവെല്ലാം കുഴച്ച് കണ്ണൊക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. മാവെല്ലാം കണ്ണിലൊക്കെ തൂത്ത് വെച്ച് പിന്നെ ഞാൻ കുറേ സമയം സൈക്കിളൊക്കെ കൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനേക്ക് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 2-3 ഭാഗമുണ്ട്. അപ്പോൾ മോളുടെ കൂടെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് സമയം പോകും കേട്ടോ. കുറേ സമയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളേ. ഇങ്ങനെ പാവയ്ക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറയും, പാവുകയാണ് അങ്ങനെ എന്നൊക്കെ പറയും. അപ്പം വീട്ടിൽ ഇരിക്കുന്ന അമ്മമാർക്ക് അറിയാം, കുഞ്ഞുങ്ങളെ നോക്കി ഇരിക്കുന്നവർക്ക് അറിയാം ഓരോ കാര്യങ്ങൾ. അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് പുതുമയുള്ള കാര്യങ്ങളായിരിക്കും, അതിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കും. ഞാൻ ഈ വീഡിയോസൊക്കെ ഇടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൾ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഇതൊക്കെ കാണാനായിട്ട് അവൾക്കും പറ്റുമല്ലോ. ഇപ്പം നമ്മൾ ഫോണിൽ എത്ര സൂക്ഷിച്ച് വെച്ചെന്ന് പറഞ്ഞാലും ഫോണൊന്ന് പോയാലോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോസിനതൊക്കെ സ്റ്റോർ ചെയ്യാൻ അധികമൊന്നും സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. യൂട്യൂബിലൊക്കെ ആകുമ്പോൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അതങ്ങനെ കിടന്നോളൂല്ലോ. അപ്പോൾ അവൾക്ക് പിന്നീട് അത് കാണാൻ പറ്റുമല്ലോ. അങ്ങനെ വിചാരിച്ചാട്ടോ ഞാൻ വീഡിയോസ് ഇടുന്നത്. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടങ്ങളല്ലേ എൻ്റെ സന്തോഷങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം കണ്ട് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ എടുത്തു പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് പറയുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കത് സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സങ്കടമുണ്ട്. അത് നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെയാകുമ്പോൾ നമുക്ക് വിഷമം വരുമല്ലോ, അത്രയേ ഉള്ളൂ. പിന്നെ ഇപ്പം ഞാനത് അങ്ങോട്ട് ഇഗ്നോർ ചെയ്ത് വിടുവാണ്. കാരണം അവർ നമ്മളെ തളർത്താൻ നോക്കുമ്പോൾ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് പോവുക, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടാനായിട്ട് തീരുമാനിച്ചത്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ മോളുടെ കൂടെ അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് അവളിങ്ങനെ നടക്കും കേട്ടോ. ശരിക്കും ചവിട്ടാനായിട്ടില്ല സൈക്കിളിൽ. അപ്പം ഇങ്ങനെ തുഴഞ്ഞ് പോകും കേട്ടോ, കാല് വെച്ചേ അങ്ങനെ അങ്ങ് പോകും. പിന്നെ വേറൊരു വണ്ടിയും കൂടെ ഉണ്ട്, അതും കൊണ്ട് നടക്കും കേട്ടോ. ബോറടിക്കുമ്പോൾ മാറി മുറ്റത്തിറക്കം കുറവാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസമൊക്കെ തൊട്ട് അങ്കൻവാടിയിലൊക്കെ പോകാറായി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണേ. അപ്പം മുറ്റത്തിറക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് മുറ്റമില്ല. അപ്പോൾ ആണെങ്കിൽ കോൺക്രീറ്റ്, അപ്പോൾ വീണാലൊക്കെ നല്ലപോലെ ഡാമേജ് പറ്റുമേ. കാലൊക്കെ നല്ലപോലെ വേദന എടുക്കുമല്ലോ, മുറിയും. അപ്പോൾ 2 പ്രാവശ്യം ഇറക്കിയിട്ട് ഓട്ടമായിരുന്നു. അങ്ങനെ 2 പ്രാവശ്യം മുട്ട് പൊട്ടിയിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ ഇറക്കിയില്ല. ഇനിയിപ്പോൾ അടുത്ത ദിവസം അങ്കൻവാടിയിലൊക്കെ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇറക്കാതെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരമൊക്കെ ഇറക്കി വിടും, ഞാനും കൂടെ ഉണ്ടല്ലോ. അങ്ങനെ അങ്ങ് പോകും. പിന്നെ വഴി വരെ പോകും, വഴിയിൽ കടയിലൊക്കെ പോയിട്ട് തിരിച്ചു വരും, അങ്ങനെയാണ്. പിന്നെ എല്ലാം കുഞ്ഞു പിള്ളേരാട്ടോ നമ്മുടെ അടുത്തുള്ളവരൊക്കെ. ഇവളുടെ പ്രായവും ഇവളെക്കാട്ടിന് ഇളയ പിള്ളേരൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെ അങ്ങനെ ഒറ്റയ്ക്ക് നമുക്ക് ഇറക്കി വിടാനൊന്നും പറ്റത്തില്ല. നമ്മുടെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങി പോകാറുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ കൂട്ടൊക്കെ കൂടിയേ താഴെ നിന്ന് അവരുണ്ടാവും, തുമ്പിയൊക്കെ ഉണ്ടാവും, ഞാനുണ്ടാവും, തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ഒരു മോളുണ്ട്, അപ്പോൾ അവരും ഉണ്ടാവും. അങ്ങനെ പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ചായയൊക്കെ കുടിച്ചിട്ടിരിക്കാൻ തോർത്തുവിടും. ഇനി മോൾക്ക് ഉറങ്ങണം. കുഞ്ഞിനെ ഉറക്കിയിട്ട് വേണം എനിക്കിനി ബാക്കി പണിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.